ഇന്ന് ഒരു ബിസി ഡേ ആണ്. ഇന്ന് എനിക്ക് 14 ഹോം വിസിറ്റ്സ് ആണ് ഉള്ളത്. ഞാൻ നമ്മുടെ മൻസൂർ ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ ഹോം വിസിറ്റ് മൊത്തം ഞാനാണ് നോക്കുന്നത് ഗൈസ്. ഇപ്പം സമയം 8:30 ആവാറായിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കുറുന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ആദ്യത്തെ പേഷ്യൻ്റ് വരുന്നത്. ഈ കേസ് നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ 2 കൈയും നല്ല രീതിയിൽ പൊള്ളിയിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുള്ളൊരു കേസാണ്. ഒരു കൈ ഓൾമോസ്റ്റ് ക്യൂർ ആയിട്ടുണ്ട്, മറ്റേ കൈ ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടി ഫിസിയോതെറാപ്പി ചെയ്യണം എന്നായിട്ട് ഇന്ന് റീസ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇത് ഇതിന് 3/4 പൈസ കൊടുക്കുന്നു. അന്നങ്ങനെ കൊടുത്തൂടാപ്പാ. അങ്ങനെ ഫസ്റ്റ് പേഷ്യന്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വെള്ളച്ചെലവിനുള്ള ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. നെക്സ്റ്റ് പേഷ്യൻ്റെ സ്ഥലം വന്നിട്ട് തൈക്കടപ്പുറം ബോട്ട് ജെട്ടിയിലാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, അവിടത്തേക്ക് ട്രാവൽ ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്ട്രോക്ക് കേസാണ്. ഒരു പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് ടൈം വന്നിട്ട് ഓൾമോസ്റ്റ് 1 ഹവറാണ് വരുന്നത്. നമുക്ക് ഈ 1 ഹവറും പിന്നെ ട്രാവലിംഗ് ടൈം എല്ലാം കൂട്ടി 14 സെഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും പറ്റൂല. പക്ഷെ മാക്സിമം പോകുന്ന സെഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്യും. നമുക്ക് എത്ര കവർ ചെയ്യാൻ പറ്റും നോക്കാം. അപ്പോൾ അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് പുതിയളുപ്പ് ഇടപ്പുറത്തേക്കാണ്. ഇവിടെ ആണെങ്കിലും സ്ട്രോക്ക് കേസ് തന്നെയാണ്. ആ സെഷൻ കൂടി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി എന്തായാലും 14 പേഷ്യൻസിനെ ഞാൻ ഒറ്റയ്ക്ക് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അങ്ങനെ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് ചോദിച്ചപ്പോഴത്തേനും അവിടെ കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവിടുന്ന് ഒരു ഫിസിയോനെ എടുത്തു, അശ്വിനി മാഡത്തിനെ എടുത്തിട്ട് ഞാൻ നെക്സ്റ്റ് പേഷ്യൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കുകയാണ്. നെക്സ്റ്റ് പേഷ്യൻ്റ് വന്നിട്ട് ആലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ്. നെക്സ്റ്റ് പേഷ്യൻ്റ് വന്നിട്ട് നമ്മുടെ ശാന്തച്ചമ്മയാണ്. അച്ഛമ്മേൻ്റെ അടുത്ത് ഞാൻ അശ്വിനി മാഡത്തിനെ ആക്കിയിട്ട് ഞാൻ പോവുകയാണ്. അച്ഛമ്മയുടെ കേസും സ്ട്രോക്ക് കേസ് തന്നെയാണ്. സ്ട്രോക്ക് കേസും സോഡിയം എല്ലാം ഡൗൺ ആയിട്ട് ഡബിൾ സൈഡ് വീക്ക്നെസ് ഉണ്ട്. അടുത്തത് നമ്മൾ പോയത് മുറിയനാവിലാണ്. മുറിയനാവിൽ എനിക്ക് എല്ലാ കാലത്തും കുറേ പേഷ്യൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഇതും ഒരു സ്ട്രോക്ക് കേസ് തന്നെയാണ്. നമ്മുടെ ഇന്നുള്ള 14 പേഷ്യൻസിൽ 4 പേഷ്യൻസാണ് സ്ട്രോക്ക് അല്ലാത്ത കേസ് ഉള്ളത്. ബാക്കി 10 കേസും സ്ട്രോക്ക് കേസ് തന്നെയാണ് വരുന്നത്. മുറിയനാവിൽ ആ പേഷ്യൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് മറ്റൊരു പേഷ്യൻ്റ് കൂടി ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ അറ്റൻഡ് ചെയ്തില്ല, നൈറ്റ് അറ്റൻഡ് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഞാൻ നേരെ നീലേശ്വരം പള്ളിക്കരയിലേക്ക് വന്നു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇവിടെ നല്ല വെയിലും പൊടിയും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫേസ് കവർ ചെയ്തിട്ട്. നമ്മുടെ നെക്സ്റ്റ് പേഷ്യൻ്റ് വന്നിട്ട് തിരുവനന്തപുരംകാരിയാണ്. ഈ വീട്ടിൽ എൻ്റെ 3ാമത്തെ പേഷ്യൻ്റാണ്. ആക്ച്വലി ഇവരെല്ലാ ഫിസിയോതെറാപ്പി കൺസൾട്ടേഷൻസിനും നമ്മളെ തന്നെയാണ് വിളിക്കാറ്. ഇതൊരു 2 years ബാക്ക് ഫ്രാക്ചർ കേസാണ്. ഇതൊരു പ്രീവിയസ് കേസാണ്. അപ്പോൾ ആംഗിൾ സ്റ്റിഫ്നെസ് ഉണ്ട്. അപ്പോൾ അതിന് കുറച്ച് ദിവസം ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ വീട്ടിൽ തന്നെ നമുക്ക് 2 പേഷ്യൻസ് ഉണ്ട്. അപ്പുറത്തെ ബെഡിലൊരു പേഷ്യൻറ്റും ഇപ്പുറത്തെ ബെഡിലൊരു പേഷ്യൻറ്റും ഉണ്ട് എനിക്കിപ്പോൾ ഇവിടെ. സെക്കൻഡ് പേഷ്യൻറ്റ് വന്നിട്ട് ലിഗമെന്റ് ഇഞ്ചുറി ആണ്, ACL ലിഗമെന്റ് ഇഞ്ചുറി ആണ്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓടിയെത്തിയത് കാഞ്ഞങ്ങാടേക്കാണ്. ഇവിടുന്ന് എല്ലാവരോടും ബായ് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇറങ്ങുവാണ്. ഇപ്പം സമയം ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ലഞ്ചിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ വിശക്കുന്നുണ്ടായിട്ടില്ല. ഇതും ഒരു സ്ട്രോക്ക് കേസ് തന്നെയാണ്. ഇത് 2ാമത്തെ തവണ സ്ട്രോക്ക് വരുന്നതാണ്. മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട്. സെക്കൻഡ് ടൈമാണ് സ്ട്രോക്ക് വരുന്നത്. ഈ കുട്ടിക്കുറുമ്പ് എന്നോട് പറയാ ഗുഡ് നൈറ്റ് എന്ന്. ഇവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ വീടിന്റെ തൊട്ടടുത്ത് നമുക്കൊരു വേറൊരു ഫ്രാക്ചർ കേസ് ഉണ്ട്. അവിടെ ഡിപ്പാർട്ട്മെന്റിൽ ഓൾറെഡി സാറ് രമ്യ മാഡത്തിനെ എടുത്തിട്ട് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് രമ്യ മാഡത്തിനെ പിക്ക് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നെക്സ്റ്റ് പേഷ്യന്റെ വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് പേഷ്യന്റ് പെരിയ ആലക്കോട് എന്നൊരു സ്ഥലത്താണ്. ക്വാഡ്രിപ്ലീജിയ കേസാണ്. സ്ട്രോക്ക് 1 സൈഡ് വന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇഞ്ചക്ഷൻ വെച്ച നേരത്ത് മറ്റേ സൈഡ് കൂടി സ്ട്രോക്ക് വരിക ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീണമക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട്. ഹെഡ് സ്റ്റെബിലിറ്റി ഒക്കെ അറ്റൈൻ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹോൾ ബോഡി വീക്ക് ആയിരുന്നല്ലോ. ശ്രീണമയുടെ കേസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എത്തിയത് എടമുണ്ട കൊടവല എന്നായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ്. ഇത് സ്പാസ്റ്റിക് ഹെമിപെരിസിസ് ആണ്. അങ്ങനെ ദിവാകർ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് ലൈല മമ്മിയുടെ അടുത്തേക്കാണ്. ലൈല മമ്മി ഇതിപ്പോൾ എടമുണ്ടാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റോപ്പ് കൊടവല എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത്. അങ്ങനെ 14 പേഷ്യൻറ്റിൽ നമ്മളിപ്പോൾ 10ാമത്തെ പേഷ്യൻറ്റ് കവർ ചെയ്യാൻ പോകണം. ഇപ്പോൾ സമയം ഏകദേശം 9 മണിയായിട്ടുണ്ട്. പേഷ്യൻ്റ് ആണെങ്കിൽ ആകെ മൊത്തം കലിപ്പിച്ചിരിക്കുകയാണ്, സമയം ലേറ്റ് ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് പോവാൻ 2 പേഷ്യൻ്റ് ഇനിയും ബാക്കിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ 12 പേഷ്യൻ്റാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇതൊരു ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് കേസായിരുന്നു. മുട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. മമ്മിയുടെ ആദ്യത്തെ കാലം മുട്ട് മാറ്റി വെച്ചപ്പോഴും ഞാൻ തന്നെയാണ് ഫിസിയോതെറാപ്പി ചെയ്തത്. ഇതിപ്പോൾ 2ാമത്തെ കാലിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ലൈല മമ്മിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയുന്ന സമയത്ത് ഓൾമോസ്റ്റ് 10 മണിയുടെ അടുത്താവും. ഇവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും കറണ്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം സമയം 10 മണി ആവാറായിട്ടുണ്ട്. ഇപ്പൊ നമ്മളുള്ളത് കൊടവലാണ്. കൊടവലത്തിൽ നമ്മൾ ട്രാവൽ ചെയ്തിട്ട് പടന്നക്കാട് കുറുന്തൂർ എന്നിട്ടുള്ള സ്ഥലത്തേക്കാണ് എത്തുന്നത്. അവിടെയാണ് എന്റെ വീട് വരുന്നത്. കാലമായപ്പോൾ നമ്മൾ പടന്നക്കാട് എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ പെട്രോൾ തീരാറായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ 14 പേഷ്യൻസിൽ 12 പേഷ്യന്റിനെ കംപ്ലീറ്റ് ചെയ്തിട്ട് 2 പേഷ്യൻസിന് ലീവ് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം 10:21. ബാക്കി പെൻഡിങ് വന്ന 2 പേഷ്യൻസിനെ നമ്മൾ നാളെ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഞാൻ ആക്ച്വലി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ അമ്മമ്മക്കാണ്. എൻ്റെ അമ്മമ്മക്ക് ഭയങ്കര പരാതിയാണ്
ഞാൻ ഫോൺ വിളിക്കുന്നില്ല, എടുക്കുന്നില്ല, കാണാൻ പോകുന്നില്ല എന്നൊക്കെ ഭയങ്കര പരാതിയാണ്. ഇങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അവസാനിക്കുന്നത്. ഇത്രയും ബിസി ഷെഡ്യൂളാണ്.